കുവൈറ്റിൽ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സത്യപ്രതിജ്ഞ ചെയ്തത് കുവൈറ്റ് അമീറിന് മുമ്പാകെ. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരെ അഭിനന്ദിച്ച് അമീർ. സൗദിയിൽ ബിസിനസ് സ്ഥാപനങ്ങളും സംരംഭങ്ങളും അടച്ചുപൂട്ടുന്നവർക്ക് നിബന്ധനകൾ. ആദ്യം വാണിജ്യ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം. ഗതാഗതം സുഗമമാക്കാൻ ലക്ഷ്യം. അൽഗൈൽ റോഡ് വികസന പദ്ധതി പൂർത്തിയായി. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പദ്ധതിയെന്ന് RTA. ഖത്തർ ഈ വർഷം കൂടുതൽ ദീർഘകാല പ്രകൃതിവാതക കരാറുകളിൽ ഒപ്പുവെക്കും. പ്രസ്താവനയുമായി ഊർജ്ജ സഹമന്ത്രി. ഖത്തർ സാമ്പത്തിക ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഖത്തർ വീണ്ടും രാജ്യാന്തര ഫുട്ബോൾ പോരാട്ടങ്ങൾക്ക് വേദിയൊരുക്കുന്നു. ഫിഫ അറബ് കപ്പ് അടുത്ത വർഷം ഖത്തറിൽ നടക്കും. 2029-ലും 2033-ലും ടൂർണമെന്റിന്റെ വേദി ഖത്തർ തന്നെ. പൗരത്വ നിയമ ഭേദഗതി ഇല്ലാതാക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ? വെല്ലുവിളിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തെയും വിദേശത്തെയും എല്ലാ ശക്തികളും ചേർന്നാലും CAA തടയാനാവില്ലെന്നും മോദി. നവജാത ശിശുവിനെ എറിഞ്ഞുകൊന്ന സംഭവം. യുവതിയുടെ ആൺസുഹൃത്തിനെതിരെ പോലീസ് കേസെടുത്തു. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചതിനാണ് കേസ്.